എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാർട്ടിൻ ജോർജ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വിദൂര എന്ന് പറയുന്ന വിദൂര ഗ്രാമം, അഗസ്ത്യമുനിയുടെ പാദസ്പർശനമേറ്റിട്ടുള്ള നാട്. അവിടെയാണ് കഴിഞ്ഞ യൂറിൻതലാപ്പയുടെ സമ്മേളനം നടന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് എടുത്ത അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷി രീതികൾ, രാസവളമോ കീടനാശിനി ഉപയോഗിക്കാത്ത കൃഷി രീതിയെപ്പറ്റി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി രോഹിണി വിജയൻ നായർ, ഞങ്ങൾ വിജയേട്ടൻ എന്ന് വിളിക്കുന്നു, ഇവരെല്ലാം കൂടി വിതുരയിൽ രോഹിണി ഹോട്ടലിൽ യൂറിൻതലാപ്പയുടെ ദേശീയ സമ്മേളനം വെച്ചപ്പോൾ അത് 2 ദിവസത്തെ പരിപാടിയാണ്. വിജയൻ ചേട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കാനിടയായത്. എനിക്ക് ഉണക്കമീൻ്റെ കച്ചവടമാണ്. BP ഉള്ളവർക്ക് ഇഷ്ടപ്പെടില്ല ഉണക്കമീൻ്റെ കച്ചവടം. അപ്പോൾ എൻ്റെ ഈ കൈക്കൊക്കെ ഭയങ്കര ശക്തമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു. ഞാൻ സോറിയാസിസ് ആണെന്നാണ് വിചാരിച്ചത്. അവിടെ വിതുരയിൽ ചന്ദ്രൻ ഡോക്ടറെ പോയി കണ്ടു, എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചു, വീണ്ടും ചന്ദ്രൻ ഡോക്ടർ വന്ന് കാണും. ഇത് സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഇവരുടെ ക്ലാസ്, ഈ നാരായണ മാഷിൻ്റെയൊക്കെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ രോഗശാന്തി വന്നിട്ടുള്ള ധാരാളം പേര് പറയുന്നത് കേട്ടിട്ടുമൊക്കെ ഞാൻ വിചാരിച്ചു ചെയ്തു നോക്കാം. ആദ്യം യൂറിൻ കുടിക്കുന്ന രസകരമായൊരു സംഭവമാണ്. എടുത്തു വെച്ചു, പക്ഷേ കുടിക്കാൻ പറ്റുന്നില്ല. മൂക്ക് ഇങ്ങോട്ട് അടുപ്പിക്കും, പക്ഷേ അങ്ങോട്ടേക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഞങ്ങളൊക്കെ ഈ ക്രിസ്ത്യൻസ് ഈസ്റ്ററും ക്രിസ്മസൊക്കെ വരുമ്പം ഇത്തിരി കള്ള് കുടിക്കും, റമ്മോ ബ്രാൻഡിയോ ഒക്കെ. അത് കുടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. കണ്ണുടച്ചങ്ങ് വലിച്ചു കുടിച്ചു. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം അങ്ങനെ കഴിക്കാൻ തുടങ്ങി, ശരീരത്തിൽ ഇത് പുരട്ടാൻ തുടങ്ങി. ഇടയ്ക്ക് നാരായണ മാഷിനോട് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. ആദ്യം ഇത് കൂടി ശക്തമായിട്ട് ചൊറിച്ചിലായി. പക്ഷേ പിന്നീട് സാവകാശം അത് കുറഞ്ഞു വന്നു. ഞങ്ങൾ കർമ്മ ന്യൂസിന് അഭിമുഖം കൊടുത്തിരുന്നു. ഏകദേശം 10 ലക്ഷത്തോളം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിജയൻ ചേട്ടൻ്റെ എസ്റ്റേറ്റ് ഏകദേശം 78 ഏക്കറോളം റബ്ബർ എസ്റ്റേറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുരുമുളകുണ്ട്. അപ്പോൾ ഈ കുരുമുളകിന് 3000 രൂപ അല്ലെങ്കിൽ 2500 രൂപയാണ് കച്ചവടക്കാർ വില പറയുന്നത്. അപ്പോൾ വിജയൻ ചേട്ടൻ ചായം ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഉള്ള തിരക്കുള്ള സമയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആ മുളക് പോയി പറിക്കും. അങ്ങനെ അലൂമിനിയം ഏണി, ഈ മലപ്പുറത്ത് വണ്ടൂര് ഒരു അലൂമിനിയം ഏണിയുണ്ട്, നമ്മളെ പഴയ മുളയേണി പോലെ സ്റ്റെപ്പുള്ള, അത് വെച്ചാണ് കയറുന്നത്. കയറി കുരുമുളക് പറിച്ച് 2ാമത്തെ ദിവസമായപ്പോൾ ഈ തേങ്ങ കുറവായ, നമ്മളിപ്പോൾ തെങ്ങേറ്റക്കാരന് തേങ്ങ കുറവാണെങ്കിൽ തെങ്ങ് കയറ്റൂലല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങി താഴെയല്ലേ വീടുള്ളൂ. ഞാൻ കയറിയപ്പോഴേ ശ്രദ്ധിച്ചു, 2 തേങ്ങ ഉണങ്ങി നിൽപ്പുണ്ട്, വലിയ തേങ്ങ. 6ാമത്തെ പഴുതിൽ വരെ കയറി മുളക് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉണങ്ങിയ ഓലയിൽ കൂടി ഒരു സാധനം വരുന്ന ശബ്ദം കേട്ടു. അത് ഞാനിങ്ങനെ ചരിച്ചു നോക്കിയപ്പോൾ എൻ്റെ തലയുടെ ഇവിടെ വന്നു കൊണ്ടു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ താഴെ വീണിട്ട് 1.5 മണിക്കൂർ ആ വിജനമായ എസ്റ്റേറ്റിൽ സ്വസ്ഥമായിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ബെല്ലടിച്ചത് മഹേന്ദ്ര കമ്പനിയിൽ നിന്നാണ്. വണ്ടി വാങ്ങിക്കാൻ ഓഫർ ഉണ്ടെന്നും പറഞ്ഞാണ്. അപ്പോഴാണ് ഞാൻ എനിക്കൊണ്ട് ഞാൻ തലേണയാണ് തപ്പുന്നത്, ഞാൻ എൻ്റെ വീട്ടിലാണ് കിടക്കുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി. വട്ടയില, ഞങ്ങളുടെ അവിടെയൊക്കെ അടയൊക്കെ ഉണ്ടാക്കാനും പല ചായക്കടയിലൊക്കെ ഉപയോഗിക്കുന്ന വട്ടയില, അത് കോട്ടിയിട്ട് അതിൽ മൂത്രമൊഴിച്ചു, തലയിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു. ആദ്യം ഒന്ന് നീറി പിടിച്ചു. എന്നിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ മുറിവാണ്. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വൈഫ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് സ്റ്റിച്ച് ഇടേണ്ട മുറിവാണ്, ഇത് ആശുപത്രി പോകണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ ഇതേപോലെ മൂത്രം ഒഴിച്ച് വിജയൻ ചേട്ടൻ കണ്ടിട്ട് വിജയൻ ചേട്ടൻ പറഞ്ഞു, മാറ്റനെ ഇത് നീ ആശുപത്രിയിൽ പോയി സ്റ്റിച്ച് ഇട്ടാലേ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും മാറില്ല. പിറ്റേ ദിവസവും ഞാൻ യൂറിൻ തെറാപ്പി ചെയ്തു. എൻ്റെ തലയിൽ ഇതേപോലെ മൂത്രം ഒഴിച്ചു. എൻ്റെ ആ മുറിവ് നല്ല രീതിയിൽ ഉണങ്ങി. ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. സുന്ദര സാറിനൊക്കെ ഓർമ്മയുണ്ടാവും. സാറൊക്കെ ആദ്യം വിചാരിച്ചു വിഗിൻ്റെ പരസ്യമാണെന്ന്. എൻ്റെ തലയുടെ ബാക്ക് സൈഡിൻ്റെ ഫോട്ടോ, ചോര ഒലിപ്പിച്ചുള്ള ഫോട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങിയ ഫോട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എൻ്റെ ഈ സ്കിൻ പ്രോബ്ലം മാറ്റിയത് യൂറിൻ തെറാപ്പി കൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും എൻ്റെ മുറിവ് ഉണങ്ങും, അത് ഉണങ്ങാൻ കഴിയുമെന്ന് എനിക്കൊരു ദൃഢമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസമാണ്. ഇതുകൊണ്ട് എൻ്റെ രോഗം മാറും. പലരും ചിലപ്പോൾ നമ്മൾ യൂറിൻ തെറാപ്പി, എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്താൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ വിസർജ്യമാണ്, ഇത് ഒത്തിരി ശരീരം പുറന്തള്ളുന്ന കാര്യമാണ്, ഇത് ഭ്രാന്തന്മാരാണ് പറയുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ
ഈ അഗസ്ത്യമുനിയിൽ നിന്ന് നേരിട്ട് വൈദ്യം പഠിച്ചിട്ടുള്ള തെക്കൻ കേരളത്തിലെ നാടാർ സമുദായത്തിൽപ്പെട്ടുള്ള പരമ്പരാഗത വൈദ്യന്മാർ പഴയ കാലത്ത് ഈ യൂറിൻ ഉപയോഗിച്ചിരുന്നു. വിഷചികിത്സയ്ക്ക് പാമ്പ് കടി ഏറ്റാൽ ആണിനാണ് പാമ്പ് കടിക്കുന്നതെങ്കിൽ പെണ്ണിൻ്റെ മൂത്രവും, പെണ്ണിനാണ് പാമ്പ് കടിക്കുന്നതെങ്കിൽ ആണിൻ്റെ മൂത്രവും ഉപയോഗിച്ചു. അപ്പോൾ ഇത് പണ്ട് മുതലേ ഉണ്ട്, നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിൽ പണ്ട് മുതലേ ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ കവിള് വാർപ്പ് എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് കണ്ടംകുളത്തി പത്രോസ് വൈദ്യർ അദ്ദേഹം ഈ മൂത്രം യൂറിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർക്ക് ആർക്കും അറിയില്ല ഇത് യൂറിനാണെന്നുള്ളത്. മൂത്രമാണെന്ന് പറഞ്ഞ് ആർക്കും ഈ ചികിത്സിക്കാറില്ല, എന്നാൽ മൂത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല ചികിത്സാ രീതിയാണ്, പാർശ്വഫലങ്ങളില്ല. അത് പറയാനായിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രശസ്ത നടൻ, അദ്ദേഹത്തിന് ക്യാൻസർ, ഞാൻ പേര് പറയുന്നില്ല, ക്യാൻസർ രോഗം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗം മാറ്റി എന്ന് പറഞ്ഞിട്ട് വൻ പ്രചാരണം നടത്തി. അദ്ദേഹത്തെ കൊണ്ട് നടന്നിട്ട് അനുഭവ സാക്ഷ്യം പറഞ്ഞു. ക്യാൻസർ രോഗം മാറും, നിങ്ങൾ പേടിക്കേണ്ട, ക്യാൻസർ രോഗം പിന്നെ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞ് അനുഭവ സാക്ഷ്യം പറഞ്ഞു. പക്ഷേ അവസാനം എന്തായി? ക്യാൻസർ രോഗം മാറി, സമ്മതിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറിയ ജലദോഷം വന്നാൽ അദ്ദേഹം അത് ബാധിച്ച് മരിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ എന്താണ്? രോഗം മാറും, രോഗത്തിൻ്റെ കൂടെ നമുക്ക് മറ്റൊന്നുകൂടി കിട്ടും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാർശ്വഫലം. അതുകൊണ്ട് പാർശ്വഫലങ്ങളില്ലാത്ത ഈ ചികിത്സാ രീതി എൻ്റെ അനുഭവത്തിൽ വളരെ നല്ലതാണ്. എല്ലാവരും കഴിയുന്നിടത്തോളം എല്ലാവരും ചെയ്യണം. അത് ഞാൻ പറയുന്നത്, നമ്മൾ ചെറിയ ഞങ്ങൾ മണികണ്ഠൻ, ഞാൻ വിതുരയിലെ മേമല എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാൻസർ ബാധിച്ച ഒരു അമ്മച്ചി, അവർ ട്യൂബിട്ടാണ്, കണ്ടാൽ കഷ്ടം തോന്നും, ട്യൂബിട്ടാണ് അവർ കിടന്നിരുന്നത്. അവർക്ക് എയർബെഡൊക്കെ ഞങ്ങൾ വിജയൻ ചേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ അവരുടെ എയർബെഡാണ് സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തത്. ആ അമ്മയ്ക്ക് ഞങ്ങൾ യൂറിൻ തെറാപ്പിയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് അമ്മയുടെ ക്യാൻസറൊന്നും മാറിയിട്ടില്ല, പക്ഷേ അമ്മ എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിക്കും. ആ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റി. ട്യൂബിലൂടെ ആഹാരം കൊടുത്തിരുന്ന അമ്മയാണ്. അതൊക്കെ ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ചികിത്സാ സമ്പ്രദായമാണ്. അതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.